എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സീതാ പ്രേം. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിച്ച് ഒരു 7 വയസ്സുകാരി മരണപ്പെട്ടതായിട്ട് നമ്മളൊരു വാർത്ത വായിച്ചു. ഇത് മാത്രമല്ല, ആ കുട്ടിയുടെ വീട്ടിലുള്ള മറ്റുള്ള ഗർഭിണിയായ അമ്മ ഉൾപ്പെടെ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. സാധാരണ എല്ലാ വീടുകളും നമുക്കറിയാം, ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പല ഭക്ഷണങ്ങളും നമുക്ക് 24 മണിക്കൂറിന് മേലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിക്കാൻ പാടില്ലാത്തതുണ്ട്. അത് പലപ്പോഴും പലർക്കും അറിയില്ല. എല്ലാവരും വിചാരിക്കുന്ന ഫ്രിഡ്ജിൽ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കേടാവില്ലല്ലോ, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും വരാതെ നമുക്ക് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കാമെന്നുള്ള പ്രവണതയാണ്. പ്രത്യേകിച്ചും കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് അധിക സമയം നമ്മൾ കഴിക്കാൻ പാടില്ല. കാരണം ഈ ഫ്രിഡ്ജിൽ ഭക്ഷണം സൂക്ഷിക്കുമ്പോൾ സാധാരണഗതിയിൽ അതിൽ ടോക്സിൻസ് റിലീസ് ആവുക വളരെ സർവ്വസാധാരണമാണ്. അത് മാത്രമല്ല, നമ്മുടെ ഭക്ഷണത്തിലുള്ള ബാക്ടീരിയയുടെ ഗ്രോത്ത് ഡിലേ ആക്കാൻ പറ്റും, പക്ഷെ ബാക്ടീരിയ ഒരിക്കലും നശിക്കുന്നില്ല. അപ്പൊ പല അണുക്കളും വന്നിട്ട് ടോക്സിൻസ് റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ചില ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചോറൊക്കെ 24 മണിക്കൂറിന് മേളിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല. ചോറ് മാത്രമല്ല, സ്റ്റാർച്ചി കണ്ടന്റുള്ള ഒരു ഭക്ഷ്യവസ്തുക്കളും നമ്മൾ 24 മണിക്കൂറിന് മേളിൽ പാചകം ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. കാരണം ഇതിൽ നിന്നൊക്കെ ഇതിന് ടോക്സിൻസ് റിലീസ് ആവും. പിന്നെ അതേപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്ഡ് കണ്ടെയ്നേഴ്സിൽ നമ്മൾ വെക്കുന്ന ഭക്ഷണങ്ങളും ഒരുപാട് സമയം, അതായത് 24 അവേഴ്സിന് മേളിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിൽ ബോട്ടിലിനും ടോക്സിൻ എന്ന് പറഞ്ഞ ഒരു ടോക്സിൻ റിലീസ് ചെയ്യുകയും ഈ ടോക്സിൻ ഭയങ്കര ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു ടോക്സിൻ ആണ്. കാരണം പെട്ടെന്ന് ഈ തരത്തിലുള്ള ടോക്സിൻസ് നമുക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഛർദിൽ, തലവേദന, തലക്കറക്കം, വയറിളക്കം പോലുള്ള അസ്വസ്ഥതകൾ നമുക്കുണ്ടാവും. ഈ ഗ്രാജുവലായിട്ട് ഈ വയറിളക്കം പോലുള്ള അവസ്ഥ സിവിയർ ഡീഹൈഡ്രേഷന് കൊണ്ടുപോയും അവയവങ്ങൾ പോലും തകർന്നു പോകുന്ന അല്ലെങ്കിൽ തകരാറിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയാണ് ഫെയിലിയറിലേക്ക് പോകുന്നത്. അപ്പൊ ഇത് പലപ്പോഴും മരണ കാരണമാവാറുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. കാരണം കുട്ടികളുടെ ശരീരം അത്രത്തോളം ടോക്സിൻസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരമായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് ലോ ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകളിലും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാർച്ചി ആയിട്ടുള്ള ഭക്ഷണവും ദീർഘനാള് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളും 24 മണിക്കൂറിന് മേലെ നിങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിക്കാനായിട്ട് പാടില്ല. അത് നിങ്ങൾ വീണ്ടും വീണ്ടും ചൂടാക്കുക. അതിൽ ടോക്സിൻസ് കൂടുതലായിട്ട് റിലീസ് ആവത്തേ ഉള്ളൂ. ഒരു കാരണവശാലും ടോക്സിൻസ് ഇല്ലാണ്ടാവുന്നില്ല. അതുകൊണ്ട് കഴിവതും ഭക്ഷണങ്ങൾ 24 മണിക്കൂറിന് മുകളിൽ ഉപയോഗിക്കാതിരിക്കാനായിട്ട് നോക്കുക, ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം. അത് വീണ്ടും വീണ്ടും ചൂടാക്കുന്ന ഒരു പ്രവണതയും എപ്പോഴും നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ദോഷമുണ്ടാക്കുന്നതാണ്. എല്ലാവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക.